പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു നല്ല പകൽവേളയുടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ പകൽക്കാലത്തെ ധ്യാനത്തിനായി 107 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യം ഇങ്ങനെ പറയുന്നു: അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. നിലവിളിക്കുന്നവരെ രക്ഷിക്കുന്നവനായ ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി നിലവിളിക്കുന്ന ഒരു ദൈവവേദനാണ്. അർത്ഥം നിങ്ങൾ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവേദനാണോ? അവരുടെ നിലവിളിയെ ദൈവം കേൾക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. സ്തോത്രം. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. നമ്മൾ ഈ കൂടുതൽ കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന എപ്പോഴാണ്? ഞെരുക്കം വരുമ്പോഴാണ്, ഇടുങ്ങി വരുമ്പോഴാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ടൈറ്റായി വരുമ്പോഴാണ്. പക്ഷെ ആ ടൈറ്റ്നെസ്സിൽ, ആ ഞെരുക്കത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് വിശാലത നൽകുന്നത്. ദൈവം ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ആ ഞെരുക്കത്തിൽ ഇരുന്നു കൊണ്ടൊന്ന് കരഞ്ഞാട്ട്, ആ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവം നമുക്കൊരു വിശാലത നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ അവസ്ഥയ്ക്ക്, നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങളെ ശത്രു ഒതുക്കി വെച്ചത്, ആ മണ്ഡലത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം വളർത്താൻ പോവുക. നിങ്ങളുടെ ആത്മീക മണ്ഡലങ്ങളെ, വിശ്വാസ ജീവിതത്തെ, വിശുദ്ധി ജീവിതത്തെ, നിങ്ങളുടെ ഭൗമിക നന്മകളെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ വസ്തുവകളെ, നിങ്ങൾക്കുള്ള സകലത്തെയും ദൈവം വിശാലതയിലേക്ക് നയിക്കാൻ പോവുക. പക്ഷേ അതിനുവേണ്ട അടിസ്ഥാന ഘടകം നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ദൈവവേദനായി തീരും. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് തീൻ കൊടുക്കുന്നവനായ ദൈവം, നിലവിളിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി പ്രസാദിക്കുന്ന ദൈവമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യട്ടെ. ദൈവം നിങ്ങളെ നടത്തട്ടെ. ആ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.